നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. തനിക്കെതിരായ ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി എൻ പ്രശാന്ത് IAS. വിശദീകരണം ചോദിച്ചത് മെമ്മോയിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ വ്യക്തത തേടി. പരാതിയില്ലാതെ ചാർജ് മെമ്മോ നൽകിയത് എന്തിനെന്നും സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്റെ ഭാഗം കേൾക്കാത്തത് എന്തുകൊണ്ടെന്നും എൻ പ്രശാന്ത് ചോദിച്ചു. കോഴിക്കോട് ഏലത്തൂർ സ്വദേശി സൈനികൻ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിഷ്ണുവിന്റെ പൂനെയിലുള്ള സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു. നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക്. രൂപമാറ്റം വരുത്തിയ ബസ് കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കും. ബസ്സിലുണ്ടായിരുന്ന എസ്കലേറ്റർ, പിൻവാതിൽ എന്നിവ ഒഴിവാക്കി. ബസ് നിരക്ക് 1280 രൂപയിൽ നിന്നും 930 രൂപയായി കുറച്ചു. മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹി എയിംസിൽ ഇന്നലെ രാത്രി 9:51 അന്ത്യം. സംസ്കാരം നാളെ. രാജ്യത്തും സംസ്ഥാനത്തും 7 ദിവസത്തെ ദുഃഖാചരണം. അസർബൈജാൻ വിമാനം കസാഖിസ്ഥാനിൽ തകർന്നത് റഷ്യൻ ആക്രമണം മൂലമെന്ന് നിഗമനം. യുക്രൈൻ ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് പ്രതിക്കൂട്ടിൽ. അസർബൈജാൻ നടത്തിയ അന്വേഷണത്തിലാണ് അപകടത്തിന് പിന്നിൽ റഷ്യ എന്ന് കണ്ടെത്തിയത്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രതികരിക്കാനില്ലെന്ന് റഷ്യ.